ഞാൻ ജോയ്സ് മാത്യു. ഷെക്കന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി എല്ലാ ഇസ്രായേലി ബന്ദികളെയും മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ്. ട്രംപിന്റെ ഗാസ പദ്ധതി അംഗീകരിക്കുന്നുവെന്നും ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഭരണം കൈമാറുന്നതടക്കമുള്ള 20 ദിനം പദ്ധതി ഞായറാഴ്ചക്കകം അംഗീകരിക്കുകയോ നിരസിക്കുകയോ വേണമെന്നും ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ദികളെയും മരിച്ചവരുടെ അവശിഷ്ടങ്ങളും ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതി പ്രകാരം കൈമാറാൻ തയ്യാറാണെന്നും അറബ് ഇസ്ലാമിക് പിന്തുണയോടെയുള്ള പാലസ്തീൻ ദേശീയ താൽപര്യത്തിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര പാലസ്തീൻ സമിതിക്ക് ഗാസ മുനമ്പിന്റെ ഭരണം കൈമാറാൻ സന്നദ്ധമാണെന്നും ഹമാസിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അതേസമയം ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ഇസ്രായേലിന്റെയും യുഎസിന്റെ ആവശ്യത്തോട് ഹമാസ് പ്രതികരിച്ചിട്ടില്ല. ഗാസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ കൈമാറ്റം ചെയ്യാനും അടിയന്തര രക്ഷാസഹായം എത്തിക്കുവാനുമുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അറബ് ഇസ്ലാമിക് രാജ്യാന്തര ഇടപെടലുകളെയും അഭിനന്ദിക്കുന്നുവെന്നും ഹമാസിന്റെ പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ 20 ദിന പദ്ധതികളിൽ ഏതിലെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണോ എന്നത് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. റഷ്യയുടെ എണ്ണക്കപ്പൽ പിടിച്ചെടുത്ത ഫ്രാൻസ്. കപ്പലിന്റെ ചൈനക്കാരനായ ക്യാപ്റ്റൻ ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഉപരോധമുള്ള റഷ്യൻ എണ്ണ അനധികൃതമായി കടത്തിയെന്ന് ആരോപിച്ചാണ് ഫ്രാൻസിന്റെ നടപടി. ഫ്രഞ്ച് തുറമുഖ നഗരമായ സെന്റ് നസേയറിന് സമീപം വെച്ച് ബൊറോക്കൈ എന്ന കപ്പലാണ് പിടിച്ചെടുത്തത്. യൂറോപ്യൻ യൂണിയന്റെ കരിമ്പട്ടികയിലുള്ള കപ്പലാണിത്. കപ്പൽ പിടിച്ചെടുത്തത് സ്ഥിരീകരിച്ച ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലകോർണു നാവികസേനയെ അഭിനന്ദിച്ച് ട്വീറ്റും ചെയ്തു. റഷ്യയുടെ എണ്ണ വിൽപ്പന വരുമാനത്തിന് തടയിടാനുള്ള യൂറോപ്പിന്റെ നടപടിയുടെ ഭാഗമായാണ് കപ്പൽ പിടിച്ചെടുത്തതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞു. ഉക്രൈനെതിരെ റഷ്യയുടെ യുദ്ധത്തിന് ഫണ്ട് ലഭിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യോമപരിധി ലംഘിച്ച് ഡ്രോണുകൾ അയക്കുന്ന റഷ്യയുടെ നടപടിക്ക് ഈ കപ്പലുമായി ബന്ധമുണ്ടെന്നും മാക്രോൺ ആരോപിച്ചു. എന്നാൽ ഫ്രാൻസിന്റെ നടപടിക്കെതിരെ ആഞ്ഞടിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തി. എണ്ണക്കപ്പൽ രാജ്യാന്തര നിയമങ്ങൾ ലംഘിക്കുകയോ ആയുധങ്ങൾ കടത്തുകയോ ചെയ്തിട്ടില്ല എന്നും ഫ്രാൻസിന്റെ നടപടി കടൽക്കൊള്ളയാണ് എന്നും പുടിൻ പറഞ്ഞു. രാജ്യാന്തര കപ്പൽ പാതയിൽ വെച്ചാണ് ഫ്രഞ്ച് നാവികസേന കപ്പൽ പിടിച്ചെടുത്തത്. അത് അംഗീകരിക്കാനാവില്ല എന്നും യൂറോപ്പിൽ റഷ്യക്കെതിരെ സൈനിക നീക്കങ്ങൾ നടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കടുത്ത പ്രത്യാഘാതം തന്നെ നേരിടേണ്ടി വരുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മോചിപ്പിക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നത് സുപ്രധാനമായ ചുവടുവയ്പ്പാണെന്ന് മോദി പറഞ്ഞു. ഗാസയിലെ സമാധാന ശ്രമങ്ങൾ നിർണായകമായ പുരോഗതി കൈവരിക്കുന്ന ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ നേതൃത്വത്തെ സ്വാഗതം ചെയ്യുന്നു. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ ശക്തമായ പിന്തുണ നൽകുന്നത് തുടരുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതികളിലെ ചില ഉപാധികൾ ഹമാസ് അംഗീകരിച്ചിരുന്നു. ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതം അറിയിച്ചത്. അതേസമയം മറ്റു ഉപാധികളിന്മേൽ കൂടുതൽ ചർച്ച വേണമെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക കനത്ത തീരുവ ചുമത്തിയതുമൂലം ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം നികത്തി നൽകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചു. ഇതിനായി ഇന്ത്യയിൽ നിന്നും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും വാങ്ങാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശം നൽകി. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് റഷ്യയുടെ സുപ്രധാന നടപടി. എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം നികത്തുമെന്ന് പുടിൻ വ്യക്തമാക്കി. സോച്ചിയിൽ നടക്കുന്ന ഇന്ത്യ ഉൾപ്പെടെ 140 രാജ്യങ്ങളിലെ പ്രതിനിധികളടങ്ങുന്ന സമ്മേളനത്തിലായിരുന്നു പുടിന്റെ പ്രഖ്യാപനം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ വിപുലമാക്കുമെന്നും പുടിൻ പറഞ്ഞു. ഡിസംബർ 2 ഇന്ത്യ സന്ദർശിക്കുമെന്നും സുഹൃത്ത് മോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പുടിൻ അറിയിച്ചു. വെനസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച കപ്പൽ യുഎസ് വ്യോമസേന ആക്രമിച്ചതായി റിപ്പോർട്ട്. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായും യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പ്രഖ്യാപിച്ചു. സമീപ ആഴ്ചകളിലെ ഇത്തരത്തിലുള്ള 4ാമത്തെ ആക്രമണമാണിത്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണം അന്താരാഷ്ട്ര ജലാശയങ്ങളിലാണ് നടത്തിയതെന്നും കൊല്ലപ്പെട്ടവരെല്ലാം പുരുഷന്മാരാണെന്നും ഹെഗ്സെത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിൽ ഗണ്യമായ അളവിൽ മയക്കുമരുന്ന് കടത്തിയിരുന്നു. നമ്മുടെ ജനങ്ങളെ വിഷലിപ്തമാക്കാൻ അമേരിക്കയിലേക്ക് കടത്തുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ ജനതയ്ക്കെതിരായ നീക്കങ്ങൾ അവസാനിക്കുന്നതുവരെ ഈ അക്രമങ്ങൾ തുടരുമെന്ന് ഹെഗ്സെ കൂട്ടിച്ചേർത്തു. 25,000 മുതൽ 50,000 വരെ ആളുകളെ കൊല്ലാൻ ആവശ്യമായ മയക്കുമരുന്നുകൾ കപ്പലിൽ ഉണ്ടായിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂട്ടിച്ചേർത്തു.
മൊസാംബിക്കിൽ 30-ലേറെ ക്രൈസ്തവർ തലയെറുത്തതായി വീരവാദം മുഴക്കി ഇസ്ലാമിക് സ്റ്റേറ്റ് മൊസാംബിക് പ്രൊവിൻസ് തീവ്രവാദികൾ. മറ്റു ചിലരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതായും ക്രൈസ്തവരുടെ വീടുകളും ദേവാലയങ്ങളും അഗ്നിക്കിരയാക്കിയതായും ISMP പ്രസ്താവന ഇറക്കി. ചിത്രങ്ങൾ സഹിതമാണ് തീവ്രവാദികൾ തങ്ങളുടെ ക്രൈസ്തവ വിരുദ്ധ അക്രമങ്ങൾ ആഘോഷിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ അതിക്രമങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിലാണ് പുതിയ സംഭവം എന്നതും ആശങ്ക കൂട്ടുന്നു. പാക് അധീന കാശ്മീരിൽ നടന്ന അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി പാകിസ്ഥാൻ ഭരണകൂടം. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ച 38 ആവശ്യങ്ങളിൽ 21 എണ്ണവും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അംഗീകരിച്ചു. മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വൈദ്യുതി, ധാന്യം, ഭരണഘടനാപരമായ അവകാശങ്ങൾ എന്നിവയ്ക്കായുള്ള ആവശ്യങ്ങൾ ഉയർത്തിയാണ് ആയിരക്കണക്കിന് പ്രക്ഷോഭകർ തെരുവിലിറങ്ങിയത്. പ്രക്ഷോഭത്തിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 21 പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രക്ഷോഭം നേരിടാൻ സർക്കാർ ഇന്റർനെറ്റ് സേവനങ്ങളടക്കം നിരോധിച്ച് കടുത്ത നടപടികളിലേക്ക് കടന്നിരുന്നു. 2 ആഴ്ചയിലേറെ തുടരുന്ന പ്രതിഷേധത്തിനിടയിലാണ് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പാക് സർക്കാർ തയ്യാറാകുന്നത്. അന്യായമായ 12 അസംബ്ലി സീറ്റുകൾ നീക്കം ചെയ്യണമെന്നതും വൈദ്യുതി, ധാന്യ സബ്സിഡികളും തുടങ്ങി പ്രധാന ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്.